അപ്പോൾ വിഭിന്നശേഷികളായ കുട്ടികളെ അവർക്ക് കാവലായി കരുതലായി ഒരു പൊതുസമൂഹമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ ദൗത്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികൾ എല്ലാ സ്ഥലത്തും സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാലയത്തിലും ഈ വർഷത്തെ 2025 ഭിന്നശേഷി ദിനാചരണത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. പോസ്റ്റർ രചന, ക്വിസ് മത്സരങ്ങൾ, ചിത്രരചനാ മത്സരങ്ങൾ, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ, അധ്യാപകരെ അവരെയൊക്കെ ആദരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതെല്ലാം നടത്തുന്നത്. അതിന് ഏറ്റവും ശ്രദ്ധേയമായൊരു പ്രവർത്തനമാണ് നമ്മുടെ സമീപത്തെ ബഡ് സ്കൂൾ സന്ദർശിക്കുന്നത്. എന്താണ് ബഡ് സ്കൂൾ എന്നറിയാമോ? വിഭിന്നശേഷികളായ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തെയാണ് ബഡ് സ്കൂൾ എന്ന് പറയുന്നത്. നമ്മളൊരു ബഡ് സ്കൂളിലേക്ക് പോവുകയാണ്. എല്ലാവരും റെഡിയല്ലേ? റെഡിയാണോ? പഠിക്കാൻ ഒന്നും അത്രത്തോളം കഴിവില്ല. പക്ഷെ ഇവര് കുറെ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ട്. നമ്മുടെ 2004 നമ്മുടെ ഈ ബഡ് സ്കൂള് തുടങ്ങിയത് കേട്ടോ. ഇത് സ്പെഷ്യൽ സ്കൂളാണ്. സ്പെഷ്യലി കെയർ ആവശ്യമുള്ള സ്പെഷ്യൽ നീഡായിട്ടുള്ള CWSN സ്റ്റുഡൻസ് പഠിക്കുന്ന സ്കൂളാണ് കേട്ടോ. ഇത് വെങ്ങാനൂർ പഞ്ചായത്തിന്റെ ബഡ് സ്പെഷ്യൽ സ്കൂളാണ്. ഓരോ പഞ്ചായത്തിലും ബഡ് സ്കൂളുകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വെങ്ങാനൂർ പഞ്ചായത്തിലെ സ്കൂളാണ് നമ്മുടെ ഈ ബഡ് സ്കൂള്. അപ്പം നിങ്ങൾക്കറിയാം, കുറെ കുട്ടികൾക്ക് ചലന വൈകല്യമുണ്ട്, കുറച്ച് പേർക്ക് ഇന്റലക്ച്വൽ ഡിസേബിലിറ്റി ഉണ്ട്. അങ്ങനെ പല പല തരത്തിലുള്ള കുറച്ച് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ആ കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങളുടെ ചേച്ചികളെയും ചേട്ടന്മാരെയും എല്ലാം നിങ്ങൾക്ക് ഇപ്പൊ കാണാം കേട്ടോ. നല്ലതായിട്ട് പാടുന്ന കുട്ടികളുണ്ട്, ചെറുത് നന്നായിട്ട് വരയ്ക്കാൻ കഴിവുള്ളവരുണ്ട്, കുറെ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. പക്ഷെ എന്തൊക്കെയോ ചെറിയ പോരായ്മകൾ കൊണ്ട് അവരുടെ വൈകല്യത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളെപ്പോലെ ചലന സ്വാതന്ത്ര്യമോ മറ്റു കാര്യങ്ങളോ ഇല്ല കേട്ടോ. ഇവിടുത്തെ അധ്യാപകർ നമ്മളോടൊപ്പം ഉണ്ട്, കുട്ടികളുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ പ്രിയപ്പെട്ട ധന്യ മാഡം ഉണ്ട്. അതുപോലെ തന്നെ നമ്മളോടൊപ്പം ഉള്ള അധ്യാപകർ. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാഡം സൂചിപ്പിച്ചതുപോലെ ഇതൊരു ബഡ് സ്കൂളാണ്. ബഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ വിഭിന്ന ശേഷിയുള്ള കുട്ടികളാണ്. നമ്മളെക്കാൾ നല്ല മിടുക്കന്മാരായ കുട്ടികളാണ് ഇവരൊക്കെ, അല്ലേ? നമ്മളെക്കാൾ മിടുക്കരായ കുട്ടികളാണ് അവർ. അവർക്ക് കരുതലായി ഒപ്പം നിൽക്കാൻ, അവരോടൊപ്പം ചേരാൻ, അവരോട് സഹതാപമല്ല നമുക്ക് വേണ്ടത്, അവരോട് എന്താണ് സ്നേഹവും പരിഗണനയുമാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ നേരത്തെ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സ്കൂളിൽ വരുന്നത്, അല്ലേ? എല്ലാ പഞ്ചായത്തിലും ഇത്തരത്തിലുള്ള സ്കൂളുകളുണ്ട്. വെങ്ങാനൂർ പഞ്ചായത്തിലാണ് ആദ്യമായി ഇത്തരത്തിലൊരു സ്കൂള് സ്ഥാപിക്കപ്പെടുന്നത്, അല്ലേ? മനസ്സിലായല്ലോ? നമുക്ക് കുട്ടികളെയൊക്കെ കാണാം, അവരോടൊപ്പം അല്പസമയം ചെലവഴിക്കാം. എല്ലാവരും റെഡിയല്ലേ?
ഇതിനകത്തെന്തുണ്ട്? എന്തുണ്ട്? സോഷ്യൽ സർവീസ് സ്കീമിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും അല്ലേ? എന്ന് പറഞ്ഞാൽ സാമൂഹിക പ്രവർത്തനം ഒരു പ്രധാനപ്പെട്ട ഇനമായി കാണുന്നവരാണ് നമ്മൾ അവർക്ക് ഇന്ന് ഇവിടുത്തെ ഈ ബഡ് സ്കൂളിലെ കൂട്ടുകാർക്ക് മധുരം കൊടുത്തു, നിറങ്ങൾ ക്രയോൺസ് കൊടുത്തു, വരയ്ക്കാനുള്ള പുസ്തകങ്ങൾ കൊടുത്തു, പിന്നെന്താണ് സ്നേഹത്തിൽ ചാലിച്ച നല്ല കേക്ക് തന്നിട്ടുണ്ട് എല്ലാ കുട്ടികൾക്കും കേട്ടോ. ശരി 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 ഓക്കെ. വിശ്വസംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണ് ഞാൻ. നിങ്ങൾ കണ്ടു ശിരസ്സുയർത്തിപ്പായി എന്തുതീരെ ചെമ്പൻ കുതിരേ. ഇവിടെ വന്നപ്പോൾ തന്നെ 2-3 കൂട്ടുകാർ പാടിയിട്ടുണ്ടായിരുന്നു. ആ പാട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇവിടെ നമ്മളെ കൊണ്ടുപോകാൻ നമ്മുടെ HM, പിന്നെ നമ്മുടെ ഇവിടെ സംസാരിച്ചിരുന്ന ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരുപാട് നമുക്ക് അവരോട് സഹതാപമല്ല വേണ്ടത്, സഹഭാവമാണ് വേണ്ടത്. നമ്മളിനി വലുതാവും അല്ലേ? നിങ്ങളിപ്പോ കൊച്ചുകുട്ടികളാണ്, കുറച്ചുകൂടെ വലുതാവുമ്പോ ഇതുപോലത്തുള്ള കുട്ടികളെ നമ്മുടെ സമൂഹത്തിൽ കാണും. നമ്മളെ കൂടെ ചിലപ്പോൾ സഹപ്രവർത്തകരാകാം, കൂടെ പഠിക്കുന്നവരാകും. അവരെ നമ്മൾ എന്ത് ചെയ്യണം? അവസരത്തില്
ചേർത്ത് നിർത്തണം. അവരോട് അയ്യോ അവര് പാവം ഇങ്ങനെ ആയിപ്പോയല്ല, ആ ചിന്തയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് അവരോട് സഹഭാവം, നമ്മളെ പോലത്തുള്ള ഒരു ഭാവം അവരോട് വേണം. അതാണ് അവരോട് വേണ്ടത്. ഒരു ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു അനുഭവമായി കണ്ടുകൊണ്ട് നാളത്തെ നല്ല മക്കളായി എല്ലാവരും പഠിച്ച് നല്ല മിടുക്കരായിട്ട് വരിക. എല്ലാവർക്കും നല്ല വിജയാശംസകൾ. ഒപ്പം എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിന്റെ വകയായിട്ട് ക്രിസ്മസ് പുതുവത്സരാശംസകൾ.